ഹായ് രാവിലെ ഒരു വലിയ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിനോട് കഴിക്കാനെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ സ്പെഷ്യൽ ഗോതമ്പുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം വയറിറച്ച് കഴിച്ച ശേഷം പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേക്കും ഒരു ഡേറ്റ്സ് ഒരു കപ്പിലോട്ടായി കിട്ടിയപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദാഹമാണ്, ചൂടല്ലേ. ഉപ്പ് സോഡ ആയിട്ടാണ് പുറത്തിറങ്ങുമ്പോഴൊക്കെ കുടിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബാർ വാങ്ങിയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം ലഞ്ചായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും ഉപ്പ് സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നറായിട്ട് ഞാൻ കപ്പ ബിരിയാണി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹായ് രാവിലെ ഒരു വലിയ വെള്ളം കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിനുകൾ കഴിക്കുകയാണെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പുറത്ത് പോയപ്പോഴത്തേക്ക് കാണുന്നു മോര് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദാഹമായിരുന്നേ. ലഞ്ചായിട്ട് കുറച്ച് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിന്നർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറും മാമ്പഴപ്പുളിശ്ശേരിയും ബീഫ് കറിയും പിന്നെ അപ്പി ചിങ്ങത്തോരനും പയറുമായിരുന്നു. അപ്പി ഇത്രയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ, സീ യു. ഹായ് രാവിലെ ഒരു വലിയ വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളിൽ കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് റോൾഡ് ഓട്സ് ഉപ്പിട്ട് കാച്ചിയതായിരുന്നു കേട്ടോ. പിന്നെ ഈയിടെയായിട്ട് ഭയങ്കര വിശപ്പായിരുന്നുകൊണ്ട് ചിയാസീഡ് മിക്സ് ചെയ്ത വെള്ളം വീണ്ടും കുടിച്ചു തുടങ്ങി കേട്ടോ. അതങ്ങനെ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറും ബീഫ് കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം വേറെ നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട് നാരങ്ങളും കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴക്കാറൊക്കെ ആയിരുന്നു കേട്ടോ. മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്നാലും 10 നില ഓടിച്ചാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നടക്കാൻ പോകുന്നല്ലോ, ആയിക്കോളൊരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. അതായിട്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിന്നർ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വെയിറ്റൊക്കെ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കുറയാത്തതാണ്. എനിക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാമെന്നാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട നാരങ്ങളും ഞാനൊരു കപ്പ് നിറച്ചുണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ, സീ യു. ഹായ് രാവിലെ ഒരു വലിയ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളിൽ കഴിക്കാണെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടും മുടങ്ങറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. ശരീരത്തിനൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര ടയർഡ് ഫീലാണ്. അതുകൊണ്ട് ഞാൻ അത്ര അടിപൊളിയായിട്ടൊന്നും ഡയറ്റ് എടുക്കണില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഹെൽത്താണല്ലോ പ്രധാനം. വെറുതെ ഡയറ്റൊക്കെ എടുത്ത് അവസാനം കൊളാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഹെൽത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വാട്ടർമെലൺ വറ്റിക്കണ്ടിച്ച് കഷ്ണങ്ങളായി കുറച്ച് വാരിക്കോട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും രാവിലത്തെ പുട്ടുമുടക്കരുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വൈകുന്നേരമായപ്പോൾ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രസം കഴിച്ചത് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ രസം കുടിച്ചപ്പോഴത്തേക്ക് അങ്ങ് വേഗം മാറിക്കേറ്റി കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരിങ്ങ വാരിക്കോട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിച്ചേ. അപ്പോൾ ഓക്കെ, ബൈ, ബൈ, സീ യു. നാളെ കാണാം. ഹായ് രാവിലെ ഒരു വലിയ വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളിൽ കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും സാമ്പാറോടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ റോൾഡ് ഓട്സാണ് ഇപ്രാവശ്യം വാങ്ങിയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റേ സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ സദ്യ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നടപ്പൊന്നും ഇല്ലല്ലോ, അത് കാരണം വലിയ കാര്യമായിട്ടൊന്നും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല. വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല. വെയിറ്റ് ഗെയിനും ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ രാത്രി കുറച്ച് മുന്തിരിയും ആപ്പിളും പിന്നെ ഒരു ബിസ്കോഫ് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കുടിച്ചു. അച്ഛനും മോനും ഉണ്ടാക്കിയതാ. പിന്നെ ഞാനും കഴിച്ചു. അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഓക്കെ, ബൈ, ബൈ, സീ യു. ഹായ് രാവിലെ ഒരു വലിയ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളിൽ കഴിക്കാണ്ടായിരുന്നു. അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പരിപ്പ് കറിയും ഉരുളൻകിഴങ്ങും ക്യാരറ്റും തോരനും കൂടെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. ക്ലാസ് പാർട്ടി, ഹോളി ആഘോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എല്ലാ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോളിയൊക്കെ അടിച്ച് പൊളിച്ച് മോന്തക്ക് വാരിക്കോരിയൊക്കെ തേച്ചിട്ടാണ് പോകുന്നത്. അതായത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സിൽ ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നു. അപ്പോഴത്തേക്കും കുറേ സമയമായല്ലോ. അപ്പോൾ രാവിലത്തെ പുട്ടും കറികളൊക്കെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അതെടുത്ത് തന്നു. പിന്നെ ഒരു ആപ്പിളും കൂടെ കഴിച്ച് ഇന്നത്തെ ദിവസം തീർത്തു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹായ് ഇന്നവിടെ വീക്കെൻഡാണ് കേട്ടോ. രാവിലെ ഒരു വലിയ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളിൽ കഴിക്കാണെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് അയിലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് തമിഴ്നാട് സ്റ്റൈല് ആമ്പൂർ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. ഇന്ന് മുതൽ നമ്മൾ 10 നില ഓടിച്ചാടി ഇറങ്ങണില്ല കേട്ടോ. എൻ്റെ ബോഡി ഇച്ചിരി വീക്കാണ്. ഞാനിങ്ങനെ ഒരുപാട് ഡയറ്റ് എടുക്കണോണ്ട് എക്സസൈസ് ചെയ്യണോണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കര സ്ട്രെസ് ലൈഫ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഡയറ്റ്സൊക്കെ ഇനി ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും എക്സസൈസ് നിർത്തി വെച്ചേക്കുവാണ്. പിന്നെ എനിക്ക് യോഗട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കുറച്ച് യോഗട്ട് കഴിച്ചു. പിന്നെ കുറച്ച് മുന്തിരി വാട്ടർമെലണും എടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് വെയിറ്റ് പറഞ്ഞാലോ, എൻ്റെ വെയിറ്റ് 81,900 നമ്മൾ തുടങ്ങിയതാണ് കേട്ടോ. ഇത്ര നാൾ കൊണ്ട് ഇന്ന് നോക്കിയപ്പോഴത്തേക്കും 72,800 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ബൈ, സീ യു.